എന്താ മോനെ, നമ്മുടെ കഴുതയ്ക്ക് വല്ലതും കഴിക്കാൻ കൊടുത്തുവോ? ആ കൊടുത്തു അച്ഛാ. ഇത്രയും രാവിലെ നമ്മൾ എവിടെയാ പോകുന്നത്? നഗരത്തിൽ പോയി കുറെ സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. ശരി, വാ, നമുക്ക് വേഗം പോകാം, സമയമായി. ഗുഡ് മോർണിംഗ്. നിങ്ങളൊക്കെ എവിടെയാ പോകുന്നത് ഇത്ര രാവിലെ? ഞങ്ങൾ നഗരത്തിലേക്ക് പോകുക. ഞാനെന്ത് പറഞ്ഞാൽ നിങ്ങൾ കേൾക്കുമോ? സവാരി ചെയ്യാൻ കഴുതുള്ളപ്പോൾ നിങ്ങൾ എന്തിനാ നടന്നു പോകുന്നു? നിങ്ങൾ ആ കഴുതപ്പുറത്ത് കയറി സവാരി ചെയ്യാമല്ലോ. അതെ അച്ഛാ, അദ്ദേഹം പറയുന്നത് ശരിയാ. നമ്മൾ കഴുതപ്പുറത്ത് കയറി പോവാം. നിന്റെ ആലോചനയ്ക്ക് നന്ദി. നമുക്ക് സമയമായി, വരൂ, വേഗം പോവാം. ശരി, നമുക്ക് പോകാം, വാ. നീ കഴുതപ്പുറത്ത് സുഖമായി കയറിയിരിക്കുക, നമുക്ക് പോകാം. അച്ഛൻ കഴുതപ്പുറത്ത് കയറി വാ, ഞാൻ നടന്നു വന്നോളാം. സുഖം തന്നെയല്ലേ അമ്മേ? അമ്മയ്ക്ക് ഞങ്ങളുടെ നമസ്കാരം അമ്മേ. എനിക്ക് സുഖമാണ്. ആവശ്യമില്ലാണ്ട് നിങ്ങളുടെ കാര്യത്തിൽ ഇടപെടാന്ന് വിചാരിക്കണ്ട കേട്ടോ. എന്താന്ന് വെച്ചാ പാവോ ആ ചെറിയ ചെറുക്കൻ, അവൻ നടന്നു വരുന്നു. പക്ഷേ ആരോഗ്യമുള്ള നിങ്ങളോ ഈ കഴുതപ്പുറത്ത് ഇരുന്നു വരുന്നു. എന്താ? ഇവർ പറഞ്ഞത് ശരിയാ. എന്താ അച്ഛാ താങ്കൾ ഇത് ആലോചിക്കാത്തത്? ശരി, എന്നാ അങ്ങനെ ഒന്ന് ശ്രമിച്ചു നോക്കാം. ആ, എങ്ങനെയുണ്ട്? ഗുഡ് മോർണിംഗ്. ആ, സുഖം തന്നെ. ഞങ്ങളുടെ കാലത്തിൽ ഞങ്ങൾ ആരും ഇങ്ങനെ നടന്നു പോയിട്ടേ ഇല്ല. ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെയാണോ കഴുതപ്പുറത്ത് കയറി സവാരി ചെയ്യുന്നത്? പെറ്റപ്പൻ നടന്നു വരുന്നു, മകനാണെങ്കിൽ കഴുതപ്പുറത്ത് സവാരി ചെയ്യുന്നു. ഇത് വളരെ മോശമായ കാര്യമല്ലേ മകനെ? എന്റെ ദൈവമേ, ഇത് കലികാലം തന്നെ. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യും മകനെ? എനിക്കൊന്നും മനസ്സിലാവുന്നേ ഇല്ല. അദ്ദേഹം പറഞ്ഞത് ശരിയാ അച്ഛാ. നമ്മൾ രണ്ടുപേരും കഴുതപ്പുറത്ത് കയറി നഗരത്തിലേക്ക് പോവാം. ആലോചിക്കാൻ ഒന്നുമില്ല, കയറി ഇരിക്കേ. എത്ര ഭംഗിയുള്ള കഴുത. ഇതിന്റെ പേരെന്താ? ഇതിന്റെ പേര് പാഞ്ചോ എന്നാ. പാവാണ് പാഞ്ചോ. അതിന്റെ മുഖത്ത് എത്ര ക്ഷീണം ഉണ്ടെന്ന് കണ്ടില്ലേ? നിങ്ങൾ രണ്ടുപേരും എന്തിനാ ഇതിന്റെ പുറത്തിരുന്ന് ഇങ്ങനെ യാത്ര ചെയ്യുന്നത്? പാവാണ് പാഞ്ചോ. ഇനി നമ്മൾ എന്ത് ചെയ്യും മകനെ? ഈ ചെറിയ പെണ്ണ് പറയുന്നത് ശരിയാ അച്ഛാ. ഈ കഴുതയ്ക്ക് ഇപ്പൊ നല്ല ക്ഷീണം കാണുമെന്ന് തോന്നുന്നു. ഒരു കാര്യം ചെയ്യാം, നമ്മൾ രണ്ടുപേരും ചേർന്ന് ഈ കഴുതയെ പൊക്കിക്കൊണ്ട് പോവാം. അപ്പൊ നമ്മളെ ആരും കുറ്റം പറയില്ല. എന്താ അച്ഛാ? ആ, അതും ശരി തന്നെ. അപ്പൊ പിന്നെ ആരെന്ത് പറയുമെന്ന് നോക്കാമല്ലോ. നമ്മുടെ സ്ഥിതി എന്താണെന്ന് നീ കണ്ടുവോ മോനെ? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ അച്ഛാ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എല്ലാവരും പറഞ്ഞതുപോലെയല്ലേ നമ്മൾ ചെയ്തത്?
എന്നിട്ടും എന്താ എല്ലാവരും നമ്മളെ കുറ്റം പറയുന്നത്? അതിൽ ചിലർ നമ്മളെ കളിയാക്കി. അതുമാത്രമല്ലാതെ ചിരിക്കുകയും ചെയ്യുന്നു. എന്തിനാച്ചാ? ഞാൻ പറയുന്നത് നീ കേക്ക് മകനെ. ഈ ലോകത്തെ നീ നിന്റെ കണ്ണുകൊണ്ട് മാത്രം കാണണം. ഓരോരുത്തർ അവരവരുടെ അഭിപ്രായങ്ങൾ പറയും. എല്ലാവരെയും നമ്മളെ കൊണ്ട് തൃപ്തിപ്പെടുത്താൻ കഴിയില്ല മകനെ. എന്താ ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായോ? എനിക്കിപ്പോ മനസ്സിലായ അച്ഛാ. നമ്മൾ അവരെ സന്തോഷിപ്പിക്കാൻ നോക്കി, പകരം അവര് നമ്മളെ നോക്കി കളിയാക്കി ചിരിച്ചു. ഇനി നമ്മൾ എന്തു ചെയ്യണമെന്ന് പറയൂ അച്ഛാ? ആ, എപ്പോഴും നീ സ്വന്തമായി ആലോചിച്ച് ഒരു തീരുമാനത്തിൽ വരണം. അങ്ങനെ എടുക്കുന്ന തീരുമാനങ്ങൾ എപ്പോഴും ശരിയാകും. ഇനി ആരുടെ അടുത്തോ ആലോചന ചോദിക്കാതെ എന്ത് ചെയ്യണമെന്ന് എനിക്ക് നല്ലോണം അറിയാം അച്ഛാ. പകുതി ദൂരം വരെ അച്ഛൻ കഴുതയുടെ പുറത്ത് ഇരുന്നു വാ, ഞാൻ നടന്നു വരാം. ബാക്കിയുള്ള ദൂരം ഞാൻ കഴുതപ്പുറത്തിരിക്കാം, അച്ഛൻ നടന്നു വാ. ഇങ്ങനെ നമ്മൾ മാറി മാറി കഴുതപ്പുറത്ത് ഇരുന്ന് പോവാം. അങ്ങനെ ചെയ്താൽ നമ്മുടെ പാഞ്ചോവിന് ക്ഷീണം കാണത്തില്ല. എന്താ അച്ഛാ, ഞാൻ പറഞ്ഞത് ശരിയല്ലേ? സബാഷ്, നീ പറഞ്ഞത് ശരി തന്നെ മകനെ. നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാം. വാ പാഞ്ചോ, നമുക്ക് പോകാം. വാ വാ പോകാം. നമ്മൾ ഒന്നും കാര്യാക്കണ്ട അച്ഛാ. ലാ 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 ലാ. നമ്മൾ എപ്പോഴും മറ്റുള്ളവർ പ്രതീക്ഷിക്കുന്നത് എപ്പോഴും ചെയ്യാൻ പറ്റില്ല. നമ്മൾ എപ്പോഴും എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ പറ്റില്ല. കാരണം എപ്പോഴും ആരെങ്കിലും നമ്മളോട് എന്തെങ്കിലും പ്രതീക്ഷിച്ചോണ്ടേയിരിക്കും. കുട്ടികളെ, ബാക്കിയുള്ളവരുടെ അഭിപ്രായം നമ്മൾ എപ്പോഴും ചോദിക്കരുത്, മനസ്സിലായോ? പണ്ടൊരു കാലത്ത് ഒരു കഴുത ജീവിച്ചിരുന്നു. ഒരു ദിവസം അത് നടന്നു വരുമ്പോൾ അതിന്റെ കാലിൽ മൂർച്ചയുള്ള ഒരു മുള്ള് തറച്ചു. എനിക്ക് വേദനിക്കുന്നു. ഇല്ല, വേദനിക്കുന്നില്ല, എന്നാലും കരയാൻ തോന്നുന്നു. പക്ഷെ ഞാൻ കരയില്ല, വേദന സഹിക്കാൻ വയ്യല്ലോ. എന്റെ അമ്മോ. കഴുത കരയാൻ തുടങ്ങി. അത് വളരെ ഒച്ച വെച്ച് കരയാൻ തുടങ്ങി. എനിക്ക് വേദന സഹിക്കാൻ വയ്യ. എനിക്ക് വേദന സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ എന്തോ ചെയ്യും? കരഞ്ഞുകൊണ്ട് അത് തറയിൽ കാല് വെക്കാൻ നോക്കി. പക്ഷേ മുള്ളു തറച്ചതുകൊണ്ട് അതിന്റെ കാൽ അതിന് തറയിൽ വെക്കുവാൻ പറ്റിയില്ല. അപ്പോൾ ആ വഴി ഒരു കുറുക്കൻ വന്നു. കുറുക്കൻ, എന്നെ രക്ഷിക്കൂ. എനിക്ക് വല്ലാതെ വേദനിക്കുന്നു. എനിക്ക് വേദന സഹിക്കാൻ വയ്യ. എന്റെ കാലില് മുള്ളു തറച്ചിട്ടുണ്ട്. വേദനിക്കുന്നു. ഞാൻ എന്ത് ചെയ്യും? കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ആ കുറുക്കനോട് കഴുത സംസാരിക്കുവാൻ തീരുമാനിച്ചു. അയ്യോ, വേദനിക്കുന്നേ. സുഹൃത്തേ, രക്ഷിക്കണേ. എന്താ സുഹൃത്തെ, നിനക്ക് എന്ത് പറ്റി? സുഹൃത്തേ, എന്റെ കാലില് മുള്ളു തെറിച്ചിട്ടുണ്ട്. എനിക്ക് വേദന സഹിക്കാൻ വയ്യ. രക്ഷിക്കൂ. നിന്റെ വലിയ പള്ളുകൊണ്ട് ഈ മുള്ളൊന്ന് എടുക്കൂ. എന്നെ സഹായിക്കൂ സഖാവേ. എനിക്ക് വേദന സഹിക്കാൻ വയ്യ. എനിക്ക് നിന്നെ സഹായിക്കാൻ കഴിയുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ?
ഞാൻ പറയുന്നത് സത്യമാ, എന്നെ വിശ്വസിക്ക്. എന്റെ ജീവൻ പോകുന്നതിന് മുമ്പ് എന്റെ കാലിലിരിക്കുന്ന മുള്ളെടുക്ക്, പിന്നെ വേണമെങ്കിൽ കൊന്നോ. പക്ഷേ നിന്റെ കാലുള്ള മുള്ള് ഞാൻ എടുത്തു കളഞ്ഞാൽ പിന്നെ നീ എന്തിനു മരിക്കണം? എന്തിനു മരിക്കണം പറ. കാരണം എനിക്ക് വേദന സഹിക്കാൻ വയ്യ. എന്നെ രക്ഷിക്കാൻ പറ്റുമെങ്കിൽ രക്ഷിക്ക് സഖാവേ. ശരി, വിഷമിക്കണ്ട. എന്റെ ഈ കൂർത്ത പല്ലുകൊണ്ട് ഞാനിത് എടുത്തോളാം. മുള്ളെടുക്കുമ്പോ വേദന ഉണ്ടാവില്ലേ? പേടിക്കണ്ട, നിന്റെ കാലൊന്ന് ശരിക്ക് നീട്ടി വെക്ക്, എന്നാ മുള്ളെടുക്കാൻ എളുപ്പമാകും. സഹിക്കാൻ വയ്യ, പതുക്കനെ. ഈ മുള്ളെടുത്തതിന് ശേഷം ഇവനെ ചവിട്ടിക്കളയണം. ഞാൻ നിന്റെ കാലിലുള്ള മുള്ളെടുത്തു. ഇപ്പൊ നിനക്ക് വേദന ഇല്ലല്ലോ. ഓ ഓ കഴുത തന്റെ മുഴുവൻ ശക്തിയും പ്രയോഗിച്ച് ആ കുറുക്കനെ ചവിട്ടിത്തള്ളി. പാവം കുറുക്കന്റെ പല്ല് പൊട്ടിപ്പോയി. കഴുത ഓടി രക്ഷപ്പെട്ടു. അയ്യോ എന്റെ ദൈവമേ, ഞാൻ അവന് ഉപകാരം ചെയ്യാൻ പോയി. എന്റെ പല്ലെല്ലാം കൊഴിഞ്ഞു പോയല്ലോ ദൈവമേ. ഇനി ഞാൻ എന്ത് ചെയ്യും? കഴിക്കാൻ പല്ലുണ്ടാവില്ലല്ലോ. ഓ ഓ ആൾക്കാരറിഞ്ഞ് നമ്മളെ സഹായിക്കണം. കുട്ടികളെ, ഇങ്ങനെ ആവശ്യമില്ലാത്തവർക്ക് സഹായിച്ചാൽ ഇങ്ങനെ സംഭവിക്കും. സത്യം ഒരിക്കലും മരിക്കില്ല. പണ്ട് പണ്ട് ഒരു അലക്കുകാരൻ ഉണ്ടായിരുന്നു. അയാൾക്കൊരു കഴുതയും. അയാൾ ദരിദ്രനായിരുന്നതിനാൽ കഴുതയ്ക്ക് നേരാവണ്ണം ഭക്ഷണം കൊടുത്ത് തീറ്റിപ്പോറ്റാൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ അഴുക്കു തുണികളുടെ ഭാണ്ഡക്കെട്ട് കൂടിക്കൊണ്ടേയിരുന്നു. ഒരു ദിവസം കഴുത തന്റെ യജമാനനോട് പറഞ്ഞു, യജമാനെ, എനിക്ക് ഇത്രയധികം ഭാണ്ഡക്കെട്ടുകൾ ചുമക്കാൻ കഴിയുന്നില്ല. മതിയാവോളം ഭക്ഷണവും തരുന്നില്ല. എന്റെ ഈ ഭാരം കുറയ്ക്കാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തുകൂടെ? നീ 5 ഗ്രഹണശക്തിയുള്ള ഒരു മൃഗമാണ്. നീ എന്റെ അടിമയാണ്. ഞാൻ നിന്റെ യജമാനനാണ്. നിന്റെ പ്രയാസങ്ങളെ കുറിച്ച് പറയാൻ നിനക്ക് യാതൊരു അർഹതയുമില്ല. അയാൾ കഴുതയോട് കർക്കശമായി സംസാരിച്ചുവെങ്കിലും അയാൾക്ക് കഴുതയോട് ദയ തോന്നി. കഴുതയുടെ കഷ്ടപ്പാട് അയാൾക്ക് അറിയാമായിരുന്നു. എന്തു ചെയ്യാനാണ്? അയാൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നടന്നു പോയപ്പോൾ ഒരു പുലി അവിടെ കിടക്കുന്നത് കണ്ടു. അയാൾക്കൊരാശയം തോന്നി. അയാൾ പുലിയുടെ തോലുകൊണ്ട് കഴുതയെ പൊതിഞ്ഞു. അങ്ങനെ കഴുതയ്ക്ക് പുലിയുടെ രൂപമായി. കഴുതേ, നീ കുറെ നാളുകളായി എന്നോടൊരു സഹായം ചോദിച്ചു കൊണ്ടിരുന്നില്ലേ? അങ്ങ് പറഞ്ഞത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല യജമാനെ. നിനക്കൊന്നും മനസ്സിലാവില്ല. അടുത്തുള്ള വയലിലേക്ക് പൊയ്ക്കോ. ഇഷ്ടം പോലെ അവിടെ നിന്ന് നിനക്ക് തിന്നാം. യജമാനെ, ഈ ആശയം കൊള്ളാം. പക്ഷെ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ? ആപത്ത് എല്ലായിടത്തുമുണ്ട്. എല്ലാറ്റിനും പേടിച്ചുകൊണ്ടിരുന്നാൽ നിനക്ക് ജീവിക്കാൻ പറ്റില്ല. അയാൾ കഴുതയെ പറഞ്ഞു മനസ്സിലാക്കി അവിടുന്ന് അയച്ചു. പുലിത്തോലണിഞ്ഞ കഴുത നെൽവയലുകളിൽ കയറി മുഴുവനും തിന്നു തീർത്തു. ഇങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. വയലുകളുടെ ഉടമസ്ഥരായ കർഷകർ പുലിയെ കണ്ടു പേടിക്കാൻ തുടങ്ങി. എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിച്ചു. പക്ഷെ അതിനെ എങ്ങനെയെങ്കിലും പിടിക്കാൻ ചിലർ തീരുമാനിച്ചു. ഒരു ദിവസം പുലിത്തോൽ ധരിച്ച കഴുത വയലിൽ കയറി. അപ്പോൾ മറ്റൊരു കഴുത എവിടെ നിന്നോ കരയുന്ന ശബ്ദം കേട്ടു. താൻ പുലിയുടെ രൂപത്തിലാണെന്ന കാര്യം കഴുത മറന്നുപോയി. അതും കരയാൻ ആരംഭിച്ചു. പുലിയുടെ വേഷമണിഞ്ഞ കഴുതയാണതെന്ന് എല്ലാവർക്കും ബോധ്യമായി. അവർ ഓടി വന്ന് കഴുതയെ വടികൊണ്ട് കുതിരെ തല്ലിക്കൊന്നു. രാത്രിയായിട്ടും കഴുത മടങ്ങി വരാത്തപ്പോൾ കഴുതയെ അന്വേഷിച്ച് അലക്കുകാരൻ പുറപ്പെട്ടു. ചത്തുകിടക്കുന്ന തന്റെ കഴുതയെ കണ്ടപ്പോൾ അയാൾക്ക് കാര്യം പിടികിട്ടി. ആ കഴുത തന്റേതാണെന്ന് പറഞ്ഞാൽ തനിക്കും അതേ ഫലമാണ് ഉണ്ടാവുക എന്നറിഞ്ഞ് അയാൾ വീട്ടിലേക്ക് മടങ്ങി. ഗുണപാഠം:
ചൊട്ടയിലെ ശീലം ചുടല വരെ. മറ്റുള്ളവരെ കബളിപ്പിക്കാൻ എത്രയൊക്കെ ശ്രമിച്ചാലും ഒരു ദിവസം തനി നിറം പുറത്തറിയും.